പതിവ് തെറ്റിക്കാതെ കോട്ടയം മണർകാട് സംഘം സന്നിധാനത്തെത്തി പണക്കിഴി സമർപ്പിച്ചിട്ടുണ്ട്. 40 അംഗ സംഘമാണ് പരമ്പരാഗത കാനനപാത വഴി ശാസ്താവിനുള്ള പണക്കിഴിയുമായി എത്തിയത്. പണക്കിഴി സമർപ്പണത്തിനുള്ളിൽ പിന്നിലൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം കൂടി പ്രേക്ഷകർ ഒന്ന് അറിയുക. സന്നിധാനത്തെ പൂജകൾക്കായി വനത്തിലൂടെ കാൽനടയായി വന്നിരുന്ന തന്ത്രിക്കും മേൽശാന്തിക്കും അകമ്പടി സേവിച്ചിരുന്നത് മണർകാട് സംഘമാണെന്നാണ് വിശ്വാസം. പിന്നീട് പൂജാ സമയത്തിലും മറ്റും മാറ്റം വന്നതോടെ അകമ്പടി നിലച്ചു. ഇതിന് പ്രായശ്ചിത്തമായാണ് കാണിക്കയായി പണക്കിഴി സമർപ്പണം. ഇരുപത്തെട്ടക്കരയിലുള്ള ഭക്തജനങ്ങൾ ധനു 1-ാം തീയതി നടയിൽ ശാസ്താവിൻ്റെ നടയിൽ നീലപ്പട്ടിൽ സമർപ്പിക്കുന്ന ധനവും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചോളാം. ധനു 3-ന് കൊണ്ടുവന്ന് ഉച്ചപൂജ സമയത്ത് ഞങ്ങൾ ഇവിടെ കൊണ്ട് സമർപ്പിച്ചോളാം. അന്ന് ആ രാശിയിൽ ഇവിടുത്തെ പ്രശ്നവിധിയിലും ഞങ്ങളുടെ അവിടെ വെച്ച പ്രശ്നവിധിയിലും അനുസരിച്ചാണ് ഇത് ക്രമീകരിക്കപ്പെട്ടത്. നീലപ്പട്ട് വിരിച്ച 28 കരകളിലെ ഭക്തർ നൽകിയ കാണിക്ക സന്നിധാനത്തെ സോപാനപ്പടിയിൽ അർപ്പിച്ചു. ശേഷം തന്ത്രിയിൽ നിന്ന് തീർത്ഥവും പ്രസാദവും സ്വീകരിച്ചു. പെരിയ സ്വാമിമാരായ രവി മനോഹർ, പ്രകാശ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മണർകാട് സംഘം എത്തിയത്. 24 സന്നിധാനം.